Hello guys, welcome back to our channel. This is me with Mallu episode. എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഹൈറുദ്ദീൻ ആണെങ്കിൽ ലൂഫിയോട് പറയും, നിക്ക ഞങ്ങളുടെ ദൈവമാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹമാണ് പ്രതീക്ഷയും വിശ്വാസവും. ഞങ്ങൾ ഒരുപാട് വർഷങ്ങളായി അദ്ദേഹത്തെ ആരാധിച്ചു വരുന്നവരാണ്. ഞങ്ങൾക്ക് അദ്ദേഹത്തിൽ പ്രതീക്ഷയും വിശ്വാസവും ഉണ്ട്. ഈ വിഡ്ഢിയായിട്ടുള്ള റോഡ് അവനാണ് സൺ ഗോഡ് എന്ന് പറഞ്ഞ് പലരെയും തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. എന്തിന്? നിങ്ങളെ അടക്കം തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ച് നിങ്ങളെ അപമാനിക്കാനും ദ്രോഹിക്കാനും ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ ഇവനുള്ള പണിഷ്മെന്റ് അത് ഞങ്ങൾ കൊടുക്കും. ആ എൽഡർ ആണെങ്കിൽ ഇപ്പൊ ലൂഫിയോട് പറയും, മരിച്ചുപോയ ഹെറാൾഡും അതുപോലെ തന്നെ ലോക്കിയും അവർ രണ്ടുപേരും നിക്ക കിങ്ങായി മാറാൻ ശ്രമിച്ചവരാണ്. പക്ഷേ അവരതിൽ പരാജയപ്പെട്ടു പോയി. ടെൻഷൻ ആണെങ്കിൽ അത് കേട്ട് ടെൻഷനാവും. ആ ലോക്കിയുടെ പേര് അതൊരു കാരണവശാലും പറയാൻ പാടില്ല. അവനെപ്പോലൊരു ദ്രോഹിയെ നമ്മുടെ എൽബോ ഫൈലാൻഡ് അത് ഇതുവരെ കണ്ടിട്ടില്ല. ലൂഫി ആണെങ്കിൽ ലോക്കി എന്നുള്ള പേര് അത് കേൾക്കും. ലോക്കിയോ? ആ പേര് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. സത്യത്തിൽ ഈ ലോക്കി എന്ന് പറയുന്ന ആള് അവൻ നല്ലവനാണോ? അത് കേട്ട് ഇപ്പൊ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരുന്നവര് ഒരു സെക്കൻഡ് സൈലന്റ് ആവും. ഫുൾ ഓഫ് സൈലന്റ്. അവരാണെങ്കിൽ കയ്യിലുണ്ടായിരുന്ന സ്പൂണൊക്കെ താഴെയിട്ട് ഇപ്പൊ ദേഷ്യത്തില് വിളിച്ചു പറയും, അവനെപ്പോലെ ഒരു ദുഷ്ടൻ ഈ ലോകത്ത് തന്നെ ഇതിനു മുൻപ് ജനിച്ചിട്ടുണ്ടാവില്ല. സ്വന്തം അച്ഛനായിട്ടുള്ള കിങ് ഹെറാൾഡിനെ കൊന്നു കളഞ്ഞവനാണ് അവൻ. അദ്ദേഹത്തിന്റെ സ്ഥാനമാനത്തിനു വേണ്ടി ചുറ്റുമുള്ളവരെല്ലാവരും വികാരാധീനരായിട്ട് ഒരുപാട് ദേഷ്യത്തിൽ ശബ്ദം ഉണ്ടാക്കുമ്പോൾ ഇപ്പോ ലൂഫിക്കാണെങ്കിൽ ഭയം തോന്നും. അവര് കുറച്ചുകൂടെ സ്ട്രെസ്സിൽ പറഞ്ഞ ലൂഫി പോലും അവിടുന്ന് പറന്നു പോകും. ആ ലോക്കി അവൻ ശരിക്കും ജനിച്ചത് തന്നെ ശാപത്തിലൂടെയാണ്. അവരുടെ ലെജൻഡറി ഹോഴ്സിനെ അവൻ കൊന്നു കളഞ്ഞു. ആ സമയം തന്നെ ആ ബിഗ് മോം അവളും ലെജൻഡറി ഗ്രേറ്റ് വാരിയറിൽ ഒരാളെ കൊന്നു കളഞ്ഞു. അവൻ ജനിച്ച സമയത്ത് തന്നെ ക്വീൻ മരണപ്പെട്ടു. അതിനുശേഷം അവൻ ഒരുപാട് മോശമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. അവസാനമായിട്ട് അവൻ അവന്റെ അച്ഛനെ തന്നെ ഇല്ലാതാക്കി. അങ്ങനെ വലിയൊരു ശിക്ഷ കൊടുത്ത് അവനെ എൽബോഫിന്റെ അണ്ടർഗ്രൗണ്ടിൽ കൊണ്ടു ചെന്നിട്ടു. പക്ഷേ അവിടെ നിന്നും അവൻ അവന്റെ തെറ്റ് റിയലൈസ് ചെയ്യാനോ ഒരു മനംമാറ്റത്തിന് ശ്രമിക്കുകയോ ചെയ്തില്ല. അവൻ അവിടെ ഉണ്ടായിരുന്ന മോൺസ്റ്റേഴ്സിനെ എല്ലാം അവന്റെ ഫേവറബിൾ ആയിട്ടുള്ള രീതിയിലേക്ക് മാറ്റിയെടുക്കുകയായിരുന്നു. ആ മോൺസ്റ്റേഴ്സ് ആനിമൽസ് അവൻ പറയുന്നത് കേട്ടിട്ടില്ല എങ്കിൽ അവനാണെങ്കിൽ അവറ്റകളെ തന്നെ നശിപ്പിച്ചു കളയും. മാത്രമല്ല അവന്റെ മറ്റൊരു എന്റർടൈൻമെന്റ് ആ ഒരു മോൺസ്റ്റർ ആനിമൽസിനെ ഗ്രാമത്തിലേക്ക് കയറ്റി വിടുക എന്നതാണ്. ലൂഫി അറ്റാക്ക് ചെയ്ത അതേ മോൺസ്റ്റർ ആനിമൽസിനെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. അവന്റെ ചെറുപ്പത്തിലെ എന്റർടൈൻമെന്റ് അത് വളരെ വിചിത്രമായിരുന്നു. ഗ്രാമങ്ങളിൽ വെറുതെ തീ വെക്കുക. അതിനുശേഷം കിങ് ഇവിടെ നിന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാമത്തിലുള്ള മനുഷ്യരെയും മൃഗങ്ങളെയും ഒക്കെ തന്നെ പീഡിപ്പിക്കുക. ഇവിടം അവനൊരു പ്രേതാലയമാക്കി മാറ്റും. എല്ലാവർക്കും അവന് ഒരുപാട് പേടിയായിരുന്നു. അവന്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ച് അവനെ നേർവഴിക്ക് നടത്താൻ ശ്രമിച്ച അവന്റെ അച്ഛൻ കിങ് ഹെറാൾഡിനെ തന്നെ അവൻ കൊന്നുകളഞ്ഞു. കിങ് ഹെറാൾഡിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ലോകമായിട്ട് ഈ ഒരു എൽബോഫിനെ കണക്ട് ചെയ്യുക എന്നതാണ്. ലോകത്തിന് മുഴുവൻ എൽബോഫ് ഒരു വലിയ മോൺസ്റ്റർ രാജ്യമാണെന്നുള്ള പ്രതീതിയാണ്. അതങ്ങനെയല്ല എന്നും എൽബോഫിൽ നല്ലവരായിട്ടുള്ളവരാണ് കൂടുതലായിട്ടും ഉള്ളതെന്നും ലോകത്തിന് കാണിച്ചു കൊടുക്കാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. പക്ഷേ അത് അദ്ദേഹത്തിന് സാധിച്ചെടുക്കാനായിട്ട് സാധിച്ചില്ല. പിന്നീട് അവനെ തടയാനായിട്ട് ശ്രമിച്ചത് ആ ചീഫ് ചെറുളാണ്. അതായത് ഇപ്പോഴത്തെ ആ എൽഡർ അപ്പാപ്പൻ. ആള് അവനെ തടയാൻ ശ്രമിച്ചതിന് പ്രത്യുപകാരമായിട്ട് അവൻ കൊടുത്തത് ആ വലിയ സ്വാഡ് എടുത്ത് ആളുടെ തലയിലേക്ക് കുത്തി ഇറക്കുക എന്നതാണ്. ആളാണെങ്കിൽ ഇപ്പോഴും അതൊരു വലിയ വിജയമകുടമായിട്ട് അങ്ങനെ ചൂടി നടക്കുകയാണ്. എൽഡർ അപ്പാപ്പനാണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, എനിക്കിതിന് കുഴപ്പമൊന്നുമില്ല, ഞാനിതിന് ഓക്കെയാണ്. 6 വർഷങ്ങൾക്ക് മുൻപ് ഷാങ്സ് അദ്ദേഹമാണ് ഞങ്ങളെ രക്ഷിച്ചത്. ആ ലോക്കയെ അവനെ ലോക്ക് ചെയ്ത് ആ ഒരു അണ്ടർഗ്രൗണ്ടിൽ കൊണ്ടുവന്നിട്ടു. ലൂഫിക്കാണെങ്കിൽ അത് കേട്ട് ഭയങ്കര സന്തോഷം. ഷാങ്സോ അദ്ദേഹം ഇപ്പോ ഇവിടെ ഉണ്ടോ? അതിനാള് പറയും, ഇല്ല. പെട്ടെന്നൊരു ദിവസം അദ്ദേഹത്തെ കാണാതായി. ഒരുപാട് അന്വേഷിച്ചിട്ടും അദ്ദേഹത്തെ പിന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ലൂഫിക്കാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ ലോക്കിയെ ഒരിക്കൽ കൂടെ കാണണമെന്ന് ആഗ്രഹം തോന്നുകയാണ്. അവനാണെങ്കിൽ നൈസായിട്ട് അവിടുന്ന് അങ്ങനെ പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കും. കാരണം അവരുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയിട്ടില്ല എങ്കിൽ പലരും പല ചോദ്യങ്ങളും ലൂഫിയോട് ചോദിക്കും. അടുത്ത നിമിഷം ലൂഫി അങ്ങനെ കടന്നു പോകുന്നത് കണ്ട് അവരാണെങ്കിൽ ലൂഫിയോട് നീ എവിടേക്ക് പോവുകയാണെന്ന് ചോദിക്കും. അതിന് ലൂഫിയാണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, പ്രത്യേകിച്ചൊന്നുമില്ല, അല്പം കൂടെ മീറ്റ് കളക്ട് ചെയ്യാൻ പോവാണ്. അതിന് ജയൻസ് ആണെങ്കിൽ ഒരുപാട് മീറ്റ് ലൂഫിക്ക് നേരെ എടുത്തു കാണിക്കും. ഇവിടെ ഇഷ്ടം പോലെയുണ്ട്, നിനക്ക് കഴിക്കാനുള്ളതൊക്കെ ഇവിടെ ഉണ്ട്. ഉടനെ ലൂഫി ആണെങ്കിൽ ഒന്നുമില്ല, ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് അവിടുന്ന് ഓടുകയാണ്. അടുത്ത നിമിഷം സോറോ ആണെങ്കിൽ കറക്റ്റായിട്ട് ഇപ്പൊ ലൂഫിയെ പിടിക്കുകയാണ്. നീ എവിടേക്കാണ് പോകുന്നത്, എന്താണ് നിന്റെ ലക്ഷ്യം ചോദിക്കും. ലൂഫി ആണെങ്കിൽ അതിന് മറുപടി പറയില്ല. കട്ട് ചെയ്ത ഇവിടെ രണ്ടുപേരും ഇപ്പൊ ലോക്കിയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. നൈറ്റ്സ് ഓഫ് കോഡ്സിൽ നിങ്ങൾ ചേർന്നു ചോദിക്കുമ്പോൾ അവരങ്ങനെ ചിരിക്കും. ഇവിടെ സോറയാണെങ്കിൽ ഇപ്പൊ ലൂഫിയോട് പറയും, നിനക്കെന്തു പറ്റി? നീ ഇങ്ങനെയൊന്നും ചെയ്യാറില്ലല്ലോ, ഇപ്പൊ എന്തുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നത്?
ലൂഫി ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇപ്പൊ സോറോയോട് തുറന്നു പറയാണ്. സത്യത്തിൽ ഞങ്ങൾക്കിടയിലുള്ള ഡീല് അത് മറ്റൊന്നുമല്ല. അവന്റെ ഹാൻഡ് കഫ് അഴിക്കാനുള്ള കീ അത് ഈ ഗ്രാമത്തിലാണുള്ളത്. അത് അവന് കൊണ്ടുവന്ന് കൊടുക്കുകയാണെങ്കിൽ ഷാങ്സിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അവനിപ്പോൾ എവിടെയാണ് ഉള്ളതെന്നും അങ്ങനെ എല്ലാ കാര്യങ്ങളും അവൻ എനിക്ക് പറഞ്ഞു തരും. സോറോ ആണെങ്കിൽ അത് കേട്ട് തലയ്ക്ക് കൈ കൊടുക്കും. ഓ നോ, നിന്നെപ്പോലൊരു വിഡ്ഢിയെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ എൽബോഫിലുള്ള ആരും തന്നെ അവനെ വിശ്വസിക്കുന്നില്ല. അവന്റെ സ്വന്തം അച്ഛനെ പോലും ചതിയിലൂടെ കൊന്നു കളഞ്ഞവനാണവൻ. അവനെയാണോ നീ വിശ്വസിക്കണേ? അതിന് ലൂഫി പറയും, നീ എന്താ ഈ പറയണേ? അവൻ എന്നോട് കള്ളം പറയുകയാണെന്നോ? അവനെ ചതിക്കാൻ ശ്രമിക്കുകയാണെന്നോ? ഒരിക്കലും അവനെന്നല്ല, ആർക്കും അതിന് കഴിയില്ല. സോറോ ആണെങ്കിൽ അതിന് അവനോട് പറയും, എനിക്കതൊരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. ആദ്യം എനിക്ക് അവനെ ഒന്ന് കാണണം, ഞാനും നിന്നോടൊപ്പം വരാമെന്ന് പറയും. ലൂഫി ആണെങ്കിൽ പല്ല് കടിച്ച്, അവൻ എന്നെ ചതിക്കാൻ ശ്രമിച്ചാൽ ഞാൻ അവനെ തല്ലിക്കൊല്ലുമെന്ന് പറയും. അടുത്ത നിമിഷം അവരുടെ തൊട്ടു പുറകിൽ നിന്ന് ഗായ്സ് എന്നൊരു വിളി കേൾക്കുകയാണ്. ലൂഫി തിരിഞ്ഞു നോക്കും. അവരുടെ തൊട്ടു പുറകിൽ നാമി. അവളാണെങ്കിൽ ക്യാഷ്വലായിട്ട് ചോദിക്കും, എന്നിട്ട് ആ കീ നിങ്ങൾക്ക് കിട്ടിയോ? അത് കേട്ട് ലൂഫി ഷോക്കാവുകയാണ്. അതിനർത്ഥം അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം നാമിയും കേട്ടു. വേറെ വഴിയില്ലാതെ അവർ 3 പേരും ബോട്ടെടുത്ത് ലോക്കിയുടെ അടുത്തേക്ക് പോവാണ്. നാമിയാണെങ്കിൽ വളരെ വിഷമത്തിൽ ലൂഫിയോട് ചോദിക്കും, ഞാൻ നിങ്ങളോടൊപ്പം ഏതെങ്കിലും ഘട്ടത്തിൽ വരാതിരുന്നിട്ടുണ്ടോ? പിന്നെ എന്തിന് നിങ്ങൾ എന്നെ ഒഴിവാക്കിയും ചോദിക്കും. സോറോ ആണെങ്കിൽ ആവശ്യമില്ലാത്ത ഇമോഷൻസിന്റെ കാര്യമൊന്നുമില്ല, നമുക്ക് ആ കീ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. പക്ഷെ ആദ്യം ലോക്കി അവൻ സത്യമാണോ പറയുന്നതെന്ന് അറിയണമെന്ന് പറയും. അപ്പോഴായിരിക്കും ആ ബോട്ട് ഓടിക്കുന്ന ആൾ അവർ ശ്രദ്ധിക്കുക. റോഡ് പയ്യനാണ് ബോട്ട് ഓടിക്കുന്നത്. അതിരിക്കട്ടെ, ഇവൻ എന്തിനാ നമ്മളോടൊപ്പം വരുന്നേ? ആമയാണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, അവനിപ്പോ നമ്മുടെ അടിമയാണ്. എന്റെ ലൈറ്റ്നിങ് പവർ ഉപയോഗിച്ച് അവനെ ഞാൻ ഒരു പാഠം പഠിപ്പിച്ചു. അവനെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് കീ ആ ഒരു വലിയ മാൻഷനിലാണ് ഉള്ളതെന്ന് അവൻ പറഞ്ഞത്. ആ ക്ലൗഡ് ആണെങ്കിൽ അവന് ചുറ്റും അങ്ങനെ വട്ടമിട്ട് പറക്കുകയാണ്. എനിക്ക് നാമിയാണ് ഏറ്റവും മുഖ്യം, രണ്ടാമത്തേത് സാഞ്ചി. അതുകൊണ്ട് തന്നെ മര്യാദയ്ക്ക് അവർ പറയുന്ന കാര്യങ്ങൾ നീ കേൾക്കണമെന്ന് പറയും. ഉടനെ അവനാണെങ്കിൽ ഇപ്പൊ നാമി, നീ നാവിഗേറ്റർ, ഞാനും നാവിഗേറ്റർ, നമ്മൾ 2 പേരും മേഡ് ഫോർ ഈച്ച് അതറാണ്. അത്ത് കേട്ട് കലിയിളകിയ നാമി ആണെങ്കിൽ, എന്റെ അടുത്ത് വന്ന നിന്നെ ഞാൻ ഇട്ടിച്ച് സൂപ്പാക്കും, 1 അടി മാറി നിൽക്കാനായിട്ട് പറയും. ഇവിടെ ലൂഫി ആണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതെ അവൻ കൊണ്ടുവന്ന ഫുഡ് വാരി വലിച്ചു തിന്നും. നാമിക്കാണെങ്കിൽ ആ ഒരു കാസ്റ്റിലേക്ക് പോകുന്ന കാര്യം ആലോചിക്കുമ്പോൾ ടെൻഷൻ തോന്നുകയാണ്. റോഡാണെങ്കിൽ അവളെ സമാധാനിപ്പിക്കും, ഇപ്പൊ എല്ലാവരും കുടിച്ച് ബോധം കെട്ട് കിടക്കുകയാണ്, അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നാമിക്കാണെങ്കിൽ ഒരുപാട് എക്സൈറ്റ്മെന്റ് ഉണ്ട്. അവൾ മെയിനായിട്ട് ആ കീ തേടിയല്ല പോകുന്നത്. അവർ പോകുന്നത് വലിയൊരു കാസ്റ്റിൽ കോട്ടയിലേക്കാണ്. എന്തെങ്കിലും വാല്യൂബിൾ ആയിട്ടുള്ള സാധനം അത് അവൾക്ക് തടയും. അതിനുവേണ്ടിയാണ് അവളിപ്പോൾ അവരോടൊപ്പം ചേർന്ന് പോകുന്നത്. നാമിയാണെങ്കിൽ നൈസായിട്ട് അവനോട് ചോദിക്കും, ആ കാസ്റ്റില് എന്തെങ്കിലും വാല്യൂബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ? നിനക്കത് അറിയില്ലേ? അതിനവനാണെങ്കിൽ കരഞ്ഞുകൊണ്ട് പറയും, എനിക്കറിയില്ല. സോറോ ആണെങ്കിൽ ദേഷ്യപ്പെടും, നാമി നിനക്കെപ്പോഴും ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. കട്ട് ചെയ്ത ഇവിടെ ആ 2 പേര് അവരാണെങ്കിൽ ലോക്കിക്ക് മുൻപ് നിൽക്കുകയാണ്. നിങ്ങളുടെ നൈറ്റ്സ് ഓഫ് ഗോഡ് ടീമിൽ ജോയിൻ ചെയ്യാനാണോ നിങ്ങൾ ഇവിടേക്ക് വന്നത്? അതിനെന്നെ ഇൻവൈറ്റ് ചെയ്യാനാണോ നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നത്? എങ്കിൽ എനിക്ക് ഒരേ ഒരു ഉത്തരം മാത്രമേ പറയാനുള്ളൂ, നോ, ഞാനില്ല. എന്റെ പ്രീഷ്യസ് ലൈഫ് ഞാൻ ഒരിക്കലും നിങ്ങളെപ്പോലുള്ള വേസ്റ്റുകൾക്ക് മുൻപിൽ അടിയറവ് വെക്കില്ല. ഓൾറെഡി ലോക്കി ആണെങ്കിൽ ആ കീ എടുക്കാനായിട്ട് ലൂഫിയെ പറഞ്ഞയച്ചിട്ടുണ്ട്. അവന്റെ വിശ്വാസം ലോക്കിയിലാണ്. അതുകൊണ്ടാണ് ഫുൾ കോൺഫിഡൻസിൽ അവരോട് സംസാരിക്കുന്നത്. അതിരിക്കട്ടെ, നിങ്ങളൊക്കെ ആരാണ് ചോദിക്കും. ഉടനെ അതിലൊരുത്തനാണെങ്കിൽ അവന്റെ പവർ ഉപയോഗിച്ച് വലിയൊരു ആരോ അങ്ങനെ മുകളിലേക്ക് കൊണ്ടുപോകും. അപ്പൊ അവന്റെ റിയൽ ഫേസ് കാണിക്കും. അവന്റെ പേരാണ് കുങ്കോ, നൈറ്റ് ഓഫ് ഗോഡ്. അടുത്ത നിമിഷം ലോക്കിയുടെ ഒരു ചെന്നായ ഓടി വരികയാണ്. ലോക്കി ആണെങ്കിൽ അതിനോട് അവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് പറയും. പക്ഷെ അടുത്ത നിമിഷം അവരാണെങ്കിൽ ആ ആരോ പവർ ഉപയോഗിച്ച് ആ ഒരു ചെന്നായുടെ കഴുത്തിൽ അങ്ങനെ ലോക്ക് ചെയ്ത് ഉയർത്തുകയാണ്. അത് കണ്ട് ലോക്കി ഷോക്കാവും. ഷാങ്സ് ആണെങ്കിൽ ഇപ്പൊ ലോക്കിയോട് ചോദിക്കും, നീ ടീമിൽ ചേരാൻ തയ്യാറാണെങ്കിൽ ഞാനിതിനെ വെറുതെ വിടാം. പക്ഷെ ലോക്കി ആണെങ്കിൽ അതിന് മറുപടി പറയില്ല. ഉടനെ അവനാണെങ്കിൽ വീണ്ടും ആ ചെന്നായെ മുകളിലേക്ക് ഉയർത്തും. ലോക്കി ആണെങ്കിൽ ക്യാഷ്വലായിട്ട് ചിരിച്ചുകൊണ്ട്, ഓ നിങ്ങൾ ഇങ്ങനെയാണോ അതിനെ കൊല്ലുക? വാവ്, നന്നായിട്ടുണ്ട്. എന്തായാലും അതിന് നല്ലൊരു മരണം ലഭിക്കട്ടെ എന്ന് പറഞ്ഞ് അതിനെ നോക്കി ചിരിക്കും. ഞാൻ ഈ ഒരു ചെയിനിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയം ഈ ലോകത്തെ മുഴുവൻ നശിപ്പിക്കുന്നു പറഞ്ഞ് ലോക്കി ആണെങ്കിൽ ടെററായിട്ട് നിൽക്കും.